2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കേരള രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് CPM ക്യാമ്പിൽ നിന്നും പുറത്തുവരുന്നത്. വിഭാഗീയത തുടച്ചു നീക്കി പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിന് കീഴിൽ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മുതിർന്ന നേതാക്കളുടെയും അണികളുടെയും കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 4 മുൻ MLA-മാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പരസ്യമായി വെല്ലുവിളിച്ച് പാർട്ടി വിട്ടത് CPM-നെ അസാധാരണമായ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. ഈ പടല നീക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് മുതിർന്ന നേതാവ് G. സുധാകരന്റെ പാർട്ടി വിടലാണ്. പാർട്ടിക്കുള്ളിലെ അവഗണനയും എളമരം കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങളുമാണ് സുധാകരനെ ചോടിപ്പിച്ചത്. കരീമിക്ക എന്ന പേരിൽ കോഴിക്കോട് പോസ്റ്റർ പതിപ്പിച്ച് രാജ്യസഭയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച കരീമിന്റേത് കള്ള റിപ്പോർട്ടാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. തന്നെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച റിപ്പോർട്ടിൽ തന്റെ വിശദീകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും സുധാകരൻ പരിഹസിച്ചു. ആലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധാകരൻ മത്സരിക്കാൻ തീരുമാനിച്ചത് പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ വിള്ളലുണ്ടാക്കുമെന്നത് തീർച്ചയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് മുൻ MLA ആയിഷ പോറ്റി വർഷങ്ങളായുള്ള അവഗണനയെ തുടർന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയതും പാർട്ടിക്ക് വലിയ ആഘാതമായി. ഇത്തവണ അവിടെ UDF സ്ഥാനാർത്ഥിയായി അവർ ജനവിധി തേടുകയാണ്. ഇടുക്കിയിൽ നിന്നുള്ള മുൻ MLA S. രാജേന്ദ്രൻ BJP-യിൽ ചേർന്നതും ദേവികുളത്ത് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും പാർട്ടിയെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പാലക്കാട് PK ശശിയും നേതൃത്വവുമായി ഇടഞ്ഞു പുറത്തുപോയത് മറ്റൊരു വലിയ തിരിച്ചടിയാണ്. കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ഉയർത്തിക്കാട്ടി V. കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടത് പാർട്ടിയുടെ സംഘടനാ വീഴ്ചയുടെ വലിയൊരു ഉദാഹരണവുമാണ്. പയ്യന്നൂരിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടാതെ ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമായിരുന്ന റെജി ലൂക്കോസ് ഇപ്പോൾ BJP വക്താവായതും BN ഹസ്കർ RSPയിൽ ചേർന്നതും പാർട്ടിയുടെ ഭൗതികമായ അടിത്തറയ്ക്കും ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി BJP-യിലേക്കും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സുജ ചന്ദ്രബാബു മുസ്ലിം ലീഗിലേക്കും പോയത് പാർട്ടി എത്രത്തോളം തകർച്ചയിലാണെന്നതിന്റെ സൂചനയാണ്. VS പക്ഷക്കാരനായിരുന്ന A. സുധാകരനെതിരെ നടപടിയെടുത്തതും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മലമ്പുഴയിൽ അദ്ദേഹം UDF-നായി മത്സരിച്ചേക്കുമെന്ന വാർത്തകൾ പാർട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നേരത്തെ മുന്നണി വിട്ട PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നതും CPM-ന് വലിയ വെല്ലുവിളി തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ കൂറുമാറ്റങ്ങളും വിയോജിപ്പുകളും പാർട്ടിയുടെ സംഘടനാ ശേഷിയെ തുടർന്ന് അപ്രസക്തമാക്കാനാകില്ല എന്ന ആശങ്കയിലാണ് നേതൃത്വം. ചുരുക്കത്തിൽ അച്ചടക്കമുള്ള ഒരു കേഡർ പാർട്ടി എന്ന് അവകാശപ്പെടുമ്പോഴും മുതിർന്ന നേതാക്കളെ കൂടെ നിർത്താൻ കഴിയാത്തത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രമുഖ നേതാക്കൾ തന്നെ പാർട്ടിക്കെതിരെ മത്സര രംഗത്തിറങ്ങുമ്പോൾ അത് വോട്ടർമാരുടെ ഇടയിൽ എന്ത് തരം പ്രതികരണമാണ് ഉണ്ടാക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.